ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്, കമ്മോഡിറ്റി മാർക്കറ്റിന് അവധിയാണ്, ഈവനിങ് സെഷൻ ഉണ്ടായിരിക്കും. അതേസമയം നിഫ്റ്റി ഓപ്പൺ ആണ്. നിഫ്റ്റി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്ന് ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം യൂറോപ്പിൽ എല്ലാ ഇൻഡെക്സുകളും വീക്കായിരുന്നു. ഏഷ്യയിൽ ഇന്നലത്തെ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റുകൾ വീക്ക് ഓപ്പണിങ്ങിന് ശേഷം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ആയിരുന്നു. ഇന്നലെ അമേരിക്കയിലെ ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് വീണ്ടും റാലി ചെയ്തിരിക്കുന്നത്. സാൻഡിസ്ക് ഫ്ലാഷ് മെമ്മറി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. റീസെന്റ് ആയിട്ട് നാസ്ഡാക്ക് 100 ഇൻഡെക്സിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു. ഈ സ്റ്റോക്ക് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സാൻഡിസ്കിന്റെ പാരന്റ് കമ്പനി ഉണ്ട് വെസ്റ്റേൺ ഡിജിറ്റൽ ടെക്നോളജീസ്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഡിജിറ്റൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. സീഗേറ്റ് ടെക്നോളജീസ് ഹാർഡ് ഡിസ്ക് ഡ്രൈവ് ഉണ്ടാക്കുന്ന മറ്റൊരു കമ്പനിയാണ്. ഈ രണ്ട് കമ്പനികളാണ് മേജറായിട്ട് ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്നത്. ഈ രണ്ട് കമ്പനികളുടെ സ്റ്റോക്കുകളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പം റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന മൈക്രോണും ഇന്നലെ ബെറ്റർ ക്ലോസിംഗ് ആണ്. അതോടൊപ്പം തന്നെ AMD ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്, ബെറ്റർ ക്ലോസിംഗ് ആണ്. ഓവറോൾ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ആപ്പിൾ മാത്രമാണ് സ്ലൈറ്റ്ലി വീക്കായിട്ട് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. സാൻഡിസ്കിന്റെ പെർഫോമൻസിന്റെ ഇമ്പാക്റ്റിൽ ഇത്തരത്തിൽ ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി ഒക്കെ ഉണ്ടാക്കുന്ന SK ഹൈനിക്സ് ഇന്ന് സൗത്ത് കൊറിയയിൽ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം സാംസങ് ഇലക്ട്രോണിക്സ് റാൻഡം ആക്സസ് മെമ്മറി ഉണ്ടാക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. സാംസങ് ഇലക്ട്രോണിക്സും റെക്കോർഡ് ഹൈനടുത്താണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം ഈ കമ്മോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ന് മോർണിംഗിലും ബെറ്റർ ആണ്. $4,772 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $77 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അലുമിനിയം ബെറ്റർ ആയിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും ബെറ്റർ ആണ്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി വീക്കാണ്. $98 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് 93.36 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മൾ നാളെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ സെന്റിമെന്റ് ആണ് ഇന്ത്യൻ റുപ്പിയുടെ കാര്യത്തിൽ. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം അടുത്ത ദിവസങ്ങളിൽ ഒത്തുതീർന്നേക്കും എന്നുള്ള എക്സ്പെക്ടേഷനൊക്കെയുണ്ട്. അതിൻ്റെ ഒരു ഓവറോൾ ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും ഇന്ന് ഏഷ്യൻ മാർക്കറ്റിലും കാണുന്നത്, ടെക്നോളജി സ്റ്റോക്കുകളുടെ റാലിക്ക് പുറമെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രൈസിസ് സെറ്റിൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ റുപ്പീനെ സംബന്ധിച്ചും ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് നെഗറ്റീവ് ആണ്, ഇന്ത്യൻ റുപ്പീനെ സംബന്ധിച്ച് പോസിറ്റീവ് ആണ്. ഓവറോൾ അത് ഇന്ത്യൻ എക്കണോമിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ Q4 റിസൾട്ടുകൾ ഇന്ത്യയിലെ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. LIC 1:1 ബോണസ് അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് ആണ്. ഒപ്പം മെറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഡിക്ഷൻ വന്നിട്ടുണ്ട്. ഈ വർഷത്തെ മൺസൂൺ ബിലോ നോർമൽ ആയിരിക്കുന്നതാണ് മെറ്റ് ഡിപ്പാർട്ട്മെന്റും പറഞ്ഞിരിക്കുന്നത്. സ്കൈമെറ്റ് ഓൾറെഡി ഇത്തരത്തിലുള്ള പ്രഡിക്ഷനൊക്കെ നടത്തിയിരുന്നു. ഇത് സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. എന്നിരുന്നാലും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരുക, അതോടൊപ്പം തന്നെ ഇന്ത്യൻ റുപ്പി $US അഗൻസ്റ്റ് ആയിട്ട് ബെറ്റർ ആവുക, ക്രൂഡ് ഓയിൽ പ്രൈസ് താഴെ പോവുക, ഈ സിറ്റുവേഷനിൽ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. ഗോൾഡിന്റെ കാര്യത്തിൽ ഏപ്രിൽ 10 അവസാനിച്ചിട്ടുള്ള ആഴ്ചയിൽ ഗോൾഡ് ETF ഡാറ്റ പുറത്തു വന്നിട്ടുണ്ട്. 15.3 ടൺസ് അവർ ബൈ ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇനി മാർച്ച് മാസത്തെ സെൻട്രൽ ബാങ്കുകളുടെ ബൈയിങ് ഡാറ്റ കൂടി വരാനുണ്ട്. ഈ ഡാറ്റയും കൂടി പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡ് വീണ്ടും നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം സിൽവറും മുന്നേറിയേക്കാം. എന്നിരുന്നാലും ഈ രണ്ട് കമ്മോഡിറ്റികളിലും നമുക്ക് വോളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. സിൽവറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഓവറോൾ സെന്റിമെന്റ് ഇന്നത്തെ പോസിറ്റീവ് ആണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷം ഒത്തുതീരും എന്നുള്ളൊരു കൺഫർമേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഹോളിഡേ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് കമൻട്രി ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.